കൊച്ചി കോർപ്പറേഷനിൽ പട്ടികജാതി വികസന ഫണ്ട് ചിലവഴിക്കുന്നതിൽ ഗുരുതര വീഴ്ച. 2021-25 വരെ 21.5 കോടി രൂപയാണ് ചിലവാക്കാതെ ലാപ്സാക്കിയത്. പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള പ്രാഥമിക അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്കും മറ്റ് ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കേണ്ട കോടിക്കണക്കിന് രൂപയാണ് കൊച്ചി കോർപ്പറേഷൻ ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് ഇല്ലാതായത്. പട്ടികജാതി വർഗ വികസനത്തിന് വേണ്ടി സർക്കാർ കൊടുത്തിട്ടുള്ള കേന്ദ്ര സർക്കാരിന് ഗ്രാന്റ് ഉൾപ്പെടെയുള്ള 21.5 കോടി 21 കോടി 55 ലക്ഷം രൂപ ചെലവാക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വലിയ കുറ്റകൃത്യമാണ്. ഒത്തിരി പട്ടികജാതി കോളനികളുണ്ട്. പാവപ്പെട്ട സാധാരണക്കാർ താമസിക്കുന്ന പിന്നോക്ക വിഭാഗം താമസിക്കുന്ന ഒത്തിരി കോളനികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾക്ക് വേണ്ടി ചെലവാക്കേണ്ടിയിരുന്ന തുക ചെലവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഈ സമൂഹത്തോട് കാണിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ്. ഇപ്പോൾ സർക്കാർ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണെന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പോകുമ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ ഇന്ന് LDF ഭരിക്കുന്നൊരു കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷൻ്റെ കീഴിൽ എറണാകുളം മഹാനഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒത്തിരി സ്ഥലങ്ങളിൽ ഇന്നും പിന്നോക്കക്കാർ ഏറ്റവും ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ താമസിക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പട്ടികജാതി വികസന ഫണ്ട് ശരിയായ രീതിയിൽ ചെലവാക്കാത്ത ഈ കോർപ്പറേഷൻ ഭരണകൂടം പിരിച്ചുവിടുകയാണ് വേണ്ടത്. അരുൺ കൊടുങ്ങൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, കൊച്ചി കോർപ്പറേഷനിൽ പട്ടികജാതി വികസന ഫണ്ട് ചെലവഴിക്കുന്നതിൽ ഏത് രീതിയിലുള്ള ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും ആത്മാർത്ഥതയുള്ള ഒരു ഭരണം ഉണ്ടായിരുന്നെങ്കിൽ അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ അടിസ്ഥാന തരത്തിലുള്ള വികസനം അത് കൃത്യമായി തന്നെ നടപ്പാക്കാൻ കഴിയുമായിരുന്നു. പല വികസന പ്രവർത്തനങ്ങൾക്കും കൊച്ചി നഗരസഭയ്ക്ക് ഫണ്ടുകളുടെ അഭാവമാണ് പ്രധാന പ്രതിസന്ധിയായി പറഞ്ഞിരുന്നത്. ഫണ്ടുകൾ ഇല്ലാത്തതാണ് ഓരോ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്താൻ അതിൽ വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നതാണ് അവർ ഓരോ സമയങ്ങളിലും പറഞ്ഞിരുന്നത്. പക്ഷേ ഈ നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വിവരാവകാശ രേഖ പ്രകാരം 21.5 കോടി രൂപയാണ് ആർക്കുമില്ലാതെ നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ സർക്കാരിൽ നിന്നും അനുവദിച്ചതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെയൊക്കെ തന്നെയാണ് ഈ പദ്ധതികൾക്കൊക്കെയും പണം അനുവദിച്ചത്. പക്ഷേ എന്തുകൊണ്ട് ഇത് നടപ്പാക്കിയില്ല എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരം നൽകാൻ കഴിയില്ല. ഈ പട്ടികജാതി വിഭാഗത്തിൽ ഉള്ളവർക്ക് അവരുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള പദ്ധതികൾ തയ്യാറാക്കി അത് നടപ്പാക്കാൻ വേണ്ടിയാണ് ഇത്ര വലിയ കോടി രൂപ ഇവർ കൊച്ചി നഗരസഭയ്ക്ക് അനുവദിച്ചിരുന്നത്, അത് വക മാറ്റിയിരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ കുറ്റകരമായ ഒരു അനാസ്ഥ എന്നുള്ള വാക്ക് മാത്രമാണ് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ കഴിയുക. ഇത്ര വലിയ പണം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നീറുന്ന പ്രശ്നങ്ങളായി അത് തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പണം ആർക്കുമില്ലാതെ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. 2011 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത്രയും തുക എത്രയോ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ഈ തുകയാണ് ആർക്കുമില്ലാതെ നഷ്ടമായിരിക്കുന്നത്. ഇതിൽ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു പ്രതിഷേധം അവർ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കൃത്യമായ ഒരു മറുപടി ഈ കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഇത് കൊച്ചി കോർപ്പറേഷൻ്റെ മാത്രമല്ല മറ്റ് ഇടങ്ങളിലും ഇതുപോലെ തന്നെ ഈ പട്ടികജാതി വിഭാഗങ്ങളുടെ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുള്ളതെന്നാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ഈ ഒരു അന്വേഷണത്തിൽ മനസ്സിലായത്. രോഹിണി. ശരി, അരുൺ കൊടുങ്ങൂറാണ് വിവരങ്ങൾ നൽകിയത്.